നമസ്കാരം സുഹൃത്തുക്കളെ. ഇത് പശുക്കൾക്കാണോ കിളികൾക്കാണോ എന്നറിയത്തില്ല. വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയും വേറെ എന്തെങ്കിലും ആവശ്യമാണോ എന്നറിയത്തില്ല. ബാക്ക് സൈഡ് അങ്ങനെ നമ്മൾ മല കീഴടക്കിയൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കറക്റ്റ്. ഓക്കെ, ഇതുണ്ട് സൈഡിലെല്ലാം റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് രാത്രിയിലും ഇവിടെ ആൾക്കാർ എത്തുന്നുണ്ടെന്നുള്ളതാണ്. രാത്രിയിൽ എത്ര മണി വരണമെന്ന് ബോർഡ് എഴുതിയിട്ടുണ്ടെന്നു. ഓക്കെ, ഏകദേശം ടോപ്പിലെത്തി. ഇവിടെ അതുകൊണ്ട് അവിടെ ഒരു ചെറിയ ആണോ റൂഫ് ഇട്ട് വെച്ചേക്കണം. അത് വ്യൂ പോയിൻ്റ് ആണെന്ന്. അവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ആ വ്യൂ പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മലയാള നിരകളെല്ലാം കാണാൻ പറ്റും. ഓക്കെ, ആണെന്നുണ്ടെങ്കിൽ ഈ പാറയുടെ സൈഡിൽ കൂടി ഇങ്ങനെ കയറിപ്പോകാം. നമുക്കൊന്ന് കയറിപ്പോയി നോക്കാം. എല്ലാവരും റോഡിൽ കൂടെ പോകാം. നമുക്ക് ഈ വഴി ഒന്ന് പോകാം. എന്താ കാണാൻ സെയിം മല തന്നെയാണ്. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കളറായിരിക്കും, പച്ച നിറമായിരിക്കാം. നമുക്ക് ഈ കാണുന്ന മലകളെല്ലാം പച്ചിച്ച് കിടക്കുന്നത് കാണാൻ പറ്റും. ഈ ഭാഗത്ത് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ കടകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്രയും നടന്നു വരുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉള്ളൂ. കുറച്ച് നിരപ്പായ ഭാഗമാണ് ഇവിടെ കേട്ടോ. ഇവിടെ ഇരുന്ന് നമുക്ക് വിശ്രമിക്കാം. ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്നിട്ടേ പോകുന്നുള്ളൂ. ഇവിടെ കയറി വരുന്നവർക്ക് ശാരീരിക ക്ഷമത നല്ല അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നല്ല അണപ്പുണ്ടാവും. അണച്ചാണ് ഞങ്ങളിപ്പോൾ ഇത്രയും ഭാഗത്ത് കൂടെ കയറി വന്നേക്കുന്നത്. സത്യത്തിൽ ഈ ചെയർ തിരിച്ചായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ടുള്ള മലയുടെ വ്യൂ കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ അടുത്ത ട്രിപ്പ് വണ്ടിയാണ്. ജീപ്പ് സഫാരി ഇവിടെ വരെ ഉള്ളൂ. ഇവിടുന്ന് പിന്നെ ചെറിയ പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ 2 കടകളുണ്ട്. തിരിച്ചു വരുമ്പോൾ കയറി നോക്കാം. തിരിച്ചു വരുമ്പോൾ കയറാം. ഇവിടെ വേറെ സ്റ്റാളുണ്ട്, പക്ഷേ അത് തുറന്നിട്ടില്ല, ഓപ്പൺ ചെയ്തിട്ടില്ല. ഇവിടെ ഒരെണ്ണമുണ്ട്. വേറെ അങ്ങ് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടി പ്രത്യേകം ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ കാണുന്ന സ്ട്രക്ചറാണ് നമ്മൾ താഴെ നിന്ന് കണ്ടോ. ഇപ്പോൾ ആ ഒരു ഏരിയ വരെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് താഴെ നിന്ന് കണ്ട വ്യൂ പോയിന്റ്. ഇതാണ് ഒക്കെ റോഡ്. ഇത് ഇവിടെ വരെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ പാറ വഴിയോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഇതിട്ടിട്ടുണ്ട്, നമ്മുടെ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വഴി കയറിപ്പോ. ഞങ്ങൾ മുകളിലെത്തി. കണ്ടോ വ്യൂ കണ്ടോ. ഇവിടെ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിട്ട് ഹാൻഡ് റെയിൽ കൊടുത്തേക്കാണ് 2 സൈഡിലും കേട്ടോ. ഏകദേശം ഒരു 4 അടി 3 അടിക്കുള്ള ഹൈറ്റിലുള്ള. ഓക്കെ, ഇതാണ് കണ്ടോ. ഇതാണ് ഇല്ലിക്കൽ കല്ല്. നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. അവിടെ ചെന്ന് കാണാം നമുക്ക്. ഉയർന്നു നിൽക്കുന്ന പാറ കണ്ടോ. അവിടുന്ന് ചരിഞ്ഞ് 2 സൈഡും ചരിഞ്ഞ് കിടക്കുവാണ് ഇതുപോലെ മല പോലെ. അടിപൊളി വ്യൂ അല്ലേ. ഉണ്ടോ, മല പോലും കാണത്തില്ല. അതുപോലെ ഇങ്ങനെ ആകാശം ഇറങ്ങി കിടക്കുന്ന പോലെ കിടക്കാണ്. മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ. കണ്ടോ, എത്ര കാലങ്ങൾ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ മലയിലെ. എത്ര പേര് ഇതുവഴി വന്നു പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് ഇതുപോലെ തന്നെ നിൽക്കുകയാണ്. പ്രകൃതിയുടെ ഒരു അത്ഭുത കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി വന്ന വഴി വേറൊരു റൂട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടിൽ തന്നെ പോയാലേ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ എത്തിപ്പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ചെന്നെത്തുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. കാരണം ഡേഞ്ചർ ഏരിയ ആണ്. അവിടെ നിന്ന് തെന്നിപ്പോയി താഴെ പോയി കഴിഞ്ഞാൽ കൊക്കയിലോട്ടാണ് പോകുന്നത്. 2 സൈഡും കൊക്കയാണ്. നരകപാലം എന്ന് പറയുന്ന സ്ഥലം അവിടെ തന്നെ ആണ്.
ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. കോട്ടയം പാലം നഗരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇത് കൊള്ളാം, സൂപ്പറായിട്ടാണ് കേട്ടോ. കുത്തനെയുള്ള കയറ്റാണ് ഇവിടെ നിന്ന് പാടാം, കണ്ടാലറിയാൻ പറ്റും. പിന്നെ കയറി പോകാനൊരു സുഖമാണ്. ഇവിടെ കോൺക്രീറ്റ് പടികളൊക്കെ ഇട്ടിട്ടാണ്, കോൺക്രീറ്റ് വെച്ച് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വെള്ളം ചാടി പോകാതിരിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു. വെള്ളം ഒഴുകുമ്പോഴേ മണ്ണെല്ലാം ഒലിച്ചു പോകും. ഓക്കെ, ഓരോരുത്തർ ഇറങ്ങി വരുന്നുണ്ട്. നല്ല വ്യൂ തന്നെയാണ്, നല്ല രസമല്ലേ. നമ്മൾ കയറി വന്ന വഴികളും ഇവിടെ നിന്ന് കാണാൻ പറ്റും. എല്ലാ മലകളും, ആ മുമ്പിൽ കണ്ട മലയും എല്ലാം കാണാൻ, കണ്ട റോഡെല്ലാം കാണാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന്. പാറയാണ് കേട്ടോ, നമ്മൾ പോകുന്ന വഴിക്കെല്ലാം പാറയാണ്. ഓക്കെ, ഇതുണ്ടോ, ഇവിടെ ഗർത്താണ്. നീ എങ്ങനെ കേടാ യാറേ, ഈ വഴി കയറാം. എൻ്റെ പൊന്നോ, ടാസ്കാണ്. വലിയോ ഇപ്പം ഞാൻ കയറി കുഴിയാൻ കളിക്കാം കേട്ടോ. കണ്ടോ, ഈ ഗർത്തത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി ഹൗവ. വലിയൊരു ടാസ്ക്കാണ് കേട്ടോ ഇവിടെ വരെ വരികയെന്നുള്ള. ട്രക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഇങ്ങോട്ട് വരാതെ, അല്ലാത്തവർക്ക് പണി കിട്ടും. ഫോറസ്റ്റാണോ? ആ, ഓക്കെ. ബാക്ക് സൈഡ് അങ്ങനെ നമ്മൾ മല കീഴടക്കിയൊക്കെയാണ് ഇവിടെ ഇപ്പൊ എത്തിയിട്ടുണ്ട്. കറക്റ്റ്. ഓക്കെ, എവിടുന്നാ? കൊട്ടാരക്കര. ഓക്കെ, കോട്ട. അവര് കൊട്ടാരക്കര എന്ന് വരികയാണ് കേട്ടോ. ഈ ഒരു പോയിന്റ് മാത്രം കാണാൻ വേണ്ടി അവർ കൊട്ടാരക്കരയാണ് ഇവിടെ വരാം. ഇവിടെ വേണേൽ വാന നിരീക്ഷണ യന്ത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു അനുഭവമായിരിക്കും. ഇതാണ് അവിടെ നോക്കി, അവിടെ നിന്ന് ആൾക്കാരെ നിൽപ്പുണ്ട് കണ്ടോ. സൂം ചെയ്ത് കാണിക്കാമേ. കണ്ടോ, രണ്ടുപേര് അവിടെ ഇരിപ്പുണ്ട്. ഒരാളിരിക്കുന്നു, ഒരാൾ നിൽക്കുന്നുണ്ടോ, നടക്കുന്നുണ്ടോ. അതിൻ്റെ മണ്ടയ്ക്കൊരു കുരിശുണ്ട് കേട്ടോ. കുരിശാണെന്ന് തോന്നുന്നു. ഇതൊരു കമ്പ് നാട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നല്ല ഒരു പോയിന്റ് കാണാം. ഇതിൻ്റെ പുറകിലൊരു ഭയങ്കര കഥയാണെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. ഈ വഴി ഇങ്ങനെ പണ്ട് കള്ളന്മാരൊക്കെ, അത് രാജഭരണകാലത്ത് കള്ളന്മാരെ ഇതുവഴി ഇങ്ങനെ നടത്തിക്കുമായിരുന്നു. അവരെ ശിക്ഷിക്കുന്നതാണ്.
അവരുടെ ധൈര്യം അറിയാൻ വേണ്ടി ഈ വഴി നടത്തിക്കും എന്നാണ് പറയാറുള്ളത്. രണ്ട് സൈഡും കയർത്തോ കണ്ടോ, ഈ വ്യൂ കണ്ടോ, ഇവിടെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ വഴി നടന്നു പോകാൻ പറ്റും ആ പാറയുടെ അവിടെ വരെ. പക്ഷേ ഇപ്പോൾ നടക്കത്തില്ല. ഞങ്ങളിവിടെ നിന്ന് വിസിലടിച്ച് അവരെ കൈ കാണിച്ച് നോക്കി. പക്ഷെ ശരിക്കും പകൽ വരണം. പകൽ വന്നാലേ നമുക്ക് നല്ല രസമായി കാണാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഈ ഭാഗത്തെല്ലാം കോട നിറഞ്ഞ് കാണാൻ പറ്റും. ഇതാണ് ഇതുപോലെ കാണാൻ പറ്റും നമുക്ക്. ഇതൊരു ഫോട്ടോയാണ് ഞാൻ എടുത്തിട്ടാണ്. ഓക്കെ, ഞങ്ങളിനി ഇറങ്ങുകയാണ്. ഇത് കുറച്ച് സമയമായി. ഇനിയിപ്പം തിരിച്ച് പോയിട്ട് വേണം വീട്ടിൽ പോകാൻ, ആറന്മുളയ്ക്ക് പോകാൻ. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുന്ന വീഡിയോകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഭാഗത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലിക്കൽ കല്ല് പോയി കാണണം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.